എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു അൺബോക്സിങ് വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം നൈക്കയിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് വാങ്ങി. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. വാങ്ങിയിരിക്കുന്നത് ഡേവിഡോഫിൻ്റെ കൂൾ വാട്ടർ എന്ന പെർഫ്യൂമാണ്. ഏകദേശം 5500 രൂപയുടെ മുകളിലൊക്കെ റേറ്റ് വന്നു. ഞാനത് പല സൈറ്റുകളിലുമൊക്കെ ഞാൻ നോക്കി ഇതിൻ്റെ റിവ്യൂ, ഇതെങ്ങനെയാണ് സാധനം എന്നല്ല ഇതിൻ്റെ ക്വാളിറ്റീസ് നമുക്ക് ചെയ്ത് നോക്കിയ സമയത്ത് വളരെ നല്ല അഭിപ്രായമാണ് ഇതിനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന രീതിയിൽ എങ്ങനെയുണ്ടെന്ന് വാങ്ങാമെന്ന് വെച്ച് പക്ഷേ ഈ പെർഫ്യൂമുകൾ അല്ലെങ്കിൽ ഈ ഒറിജിനൽ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ഒറിജിനൽ സാധനം കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. അതായത് പല സ്ഥലങ്ങളിലും ഈ സെയിം പ്രൊഡക്റ്റ് 1000 രൂപയ്ക്കും അല്ലെങ്കിൽ 700 രൂപയ്ക്കൊക്കെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പല ഓൺലൈൻ സൈറ്റുകൾ ഞാൻ നോക്കി. നമ്മുടെ പ്രധാനപ്പെട്ട ഓൺലൈൻ സൈറ്റുകളൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ കണ്ട വിഷയം, അതെല്ലാം 1000 അല്ലെങ്കിൽ 1200, 700 രൂപ, 250 രൂപയ്ക്ക് പോലും ഈ സെയിം സാധനം വിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു പെർഫ്യൂമിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നല്ലൊരു സ്മെല്ല് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് തന്നെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ പലരും ഇത്തരം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ ഇടുന്നുണ്ട്. ഇത് കൊള്ളത്തില്ല, ഞാൻ ഇത് വാങ്ങിയിട്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ രീതിയിൽ നെഗറ്റീവ് റിവ്യൂ ഇടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ അതിൻ്റെ ലോക്കൽ അല്ലെങ്കിൽ ഒറിജിനൽ സാധനമല്ല അവർ വാങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഒറിജിനൽ നമുക്ക് എവിടെ കിട്ടും, അല്ലെങ്കിൽ ഒറിജിനൽ പ്രൊഡക്റ്റ് നമുക്ക് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയുമെന്നത് ഞാൻ അന്വേഷിച്ച് പോയിട്ട് എനിക്ക് അവസാനം കിട്ടിയ മറുപടിയാണ് ഈ നൈക്ക എന്ന് പറയുന്നത് ഇവരുടെ സാധനം. ഇതാണ് അവരുടെ സൈറ്റ്. ഞാൻ അവരുടെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതല്ല, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഒറിജിനൽ ആണ് എന്ന് നമുക്കതിൻ്റെ ഓതൻറ്റിക്കേഷൻ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസിങ് സൈറ്റ് ഇത് മാത്രമാണ്. ബാക്കിയുള്ള സൈറ്റുകളിലെല്ലാം ഒറിജിനൽ സാധനം കിട്ടുന്നുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇവരാണ് ഇതിൻ്റെ ഒറിജിനൽ ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂട്ടർ. ആ ഒറിജിനൽ പ്രൊഡക്റ്റ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്യുന്ന ഒരു സൈറ്റ് ഞാൻ ഇവരുടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അൺബോക്സിങ് എന്നുള്ള ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ധാരണ ഞാൻ ചെയ്തിട്ടില്ല സാധാരണഗതിയിൽ. ഇപ്പം കാരണം അൺബോക്സിങ് ചെയ്യാൻ മാത്രമുള്ള പ്രൊഡക്റ്റുകളൊന്നും ഞാൻ ഇതിന് മുമ്പ് വാങ്ങിയതായിട്ടൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ട് ഓപ്പണായി നോക്കട്ടെ എങ്ങനെയാണിത്. ഞാനിത് നേരിട്ട് തന്നെയാണ് ഓപ്പൺ ആക്കുന്നത്. കാരണം ഞാനിത് എന്താണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് അതേപോലെ നിങ്ങളും അറിയട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം നമ്മുടെ അൺബോക്സിംഗ് ആണ്, നോക്കാം. കൊള്ളാം. എന്താണ് ഇതൊന്നുമില്ല, ഇതിൻ്റെ ഉള്ളിലും കാര്യമായിട്ടൊരു സാധനങ്ങളുമില്ല. കൊള്ളാം. നല്ലൊരു ക്വാളിറ്റിയുള്ള എന്ന് പറയാവുന്ന നല്ല അവരുടേതായ ഒരു ബോക്സിംഗ് ആണ് തോന്നുന്നത്. സാധാരണ നമ്മൾ പല ഓൺലൈൻ സൈറ്റിൽ നോക്കുന്ന സമയത്തും നമുക്ക് കാണാം അവർ സാധാരണ ഒരു കാർഡ്ബോർഡിൻ്റെ കവറിലാണ്. പക്ഷേ ഇത് കാണാം, ഇതൊരു ഗിഫ്റ്റ് എന്ന രീതിയിൽ നമുക്കതൊക്കെ കൊടുക്കണമെങ്കിൽ പോലും കൊള്ളാവുന്ന നല്ല വൃത്തിയുള്ള ഒരു പാക്കിംഗ് ആണ് സാധനം. ഇതാ 4 സൈഡിലും ഇവിടെ അവരുടെ നൈക്കയുടെ വെബ്സൈറ്റിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ഇവിടെ അവരുടെ പേരും. അല്ലാതെ ഫുൾ 4 സൈഡിലും നിറയെ പേര് എഴുതിയിട്ട് വൃത്തികേടാക്കിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് ഓപ്പൺ ആക്കണം. അതിന് തൽക്കാലം നമ്മുടെ കയ്യിൽ കത്തിയൊന്നുമില്ല. ഞങ്ങൾക്ക് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു പെണ്ണെടുത്തിട്ട്, നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യാറ്, ഒരു പെണ്ണെടുത്തിട്ട് ഞാൻ ഇത് ഓപ്പൺ ആക്കുവാണ്. ഓക്കെ, അത് കഴിഞ്ഞു. നമ്മളിത് ഓപ്പൺ ആക്കി നോക്കുവാണ്. നിങ്ങൾ കാണാൻ നീക്കണം. അപ്പം ഇതിൻ്റെ എന്തൊക്കെയാണുള്ളത് നോക്കാം. നൈക്കയുടെ താങ്ക് യു ഇതാ കാണാൻ തോന്നുന്നു നിങ്ങൾക്ക്. ഇതാ ഒരു താങ്ക് യു എന്ന് പറഞ്ഞുള്ള ഒരു ലെറ്റർ അവർ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിയുള്ള നന്ദി. വി ആർ ത്രിൽഡ് യു ചോസ് ടു ഷോപ്പ് വിത്ത് us. വി ഹോപ്പ് യു ലവ്ഡ് യുവർ എക്സ്പീരിയൻസ്. ഹാവ് യു മെറ്റ് സോഷ്യലി? യൂസ് നൈക്ക ലെക്സ്. അവരുടെ ഹാഷ്ടാഗ് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പുറകിലൊന്നുമില്ല. കൊള്ളാം. അപ്പം ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. ഈ ബോക്സ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കും. ബോക്സ് നമുക്ക് ഇനി ആവശ്യമില്ലല്ലോ. ഇതാണ് അവരുടെ പ്രൊഡക്റ്റ്. കൊള്ളാം, നല്ല പാക്കിംഗ്. ഈ പാക്കിംഗ് ഇവിടെ നിന്ന് ചളകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു സാധനം ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം, വളരെ നല്ല പാക്കിംഗ് ആണ്. ഇതാ
അപ്പം ഇതാണ് ഈ സാധനം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കവർ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റാക്കി വെച്ചിട്ട് അപ്പോൾ ഈ സാധനം ഷേക്ക് ചെയ്ത് ഇളകത്തില്ല. കൊള്ളാം, നല്ല പരിപാടി. ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇങ്ങനത്തെ ഒരു പാക്കിങ്. അപ്പം ഇത് നമുക്ക് വേണ്ട, ഇത് നമുക്കെടുത്ത് കളയാൻ മാറ്റി വെക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അവരുടെ ബില്ലാണ്. ഇതിപ്പം പോട്ടെ. അപ്പം ഇതാണ് താങ്ക് യു ലെറ്റർ. അതൊക്കെ നമുക്കിവിടെ വെക്കാം. ഇവിടെ നമ്മൾ ഞാനൊക്കെ പറഞ്ഞാലേ ഡേവിഡോഫ് കൂൾ വാട്ടർ. ഡേവിഡോഫ് കൂൾ വാട്ടർ കൊള്ളാം, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാക്കിംഗ് ആണ്. അവരുടെ റേറ്റ്, അവരുടെ ഡിസ്ട്രിബ്യൂട്ടറുടെ ഏതാണ് ഡിസ്ട്രിബ്യൂട്ടർ, അവരുടെ റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എഡുഡി പെർഫ്യൂം എന്ന മോഡൽ, അതാണ് ഞാൻ നമ്മൾക്ക് ഇത് നമ്മൾ പെർഫ്യൂം എന്ന മോഡലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പെർഫ്യൂമാണ് സ്മെല്ല് കൂടുതൽ ലാസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ 2 ടൈപ്പാണെന്ന് തോന്നുന്നു. ഡേവിഡോഫിൻ്റെ ഞാൻ ഈ പ്രൊഡക്റ്റിനെ പറ്റി വായിച്ചെടുത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇവർക്ക് 2 തരം പ്രൊഡക്റ്റാണുള്ളത് ഇതിൽ തന്നെ. ഒന്ന് പെർഫ്യൂം, ഒന്ന് ടോയ്ലറ്റി എന്ന് പറയുന്ന സാധനം. ഈ ടോയ്ലറ്റി എന്ന് പറയുന്നതിന് വില കുറച്ചുകൂടി കുറവായിരിക്കും ഇതിൻ്റെ അതിന്. കാരണം പെർഫ്യൂമിൻ്റെ സ്മെല്ല് കൂടുതൽ ലാസ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ എന്താ പറയുക ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് അവരുടെ പാക്കിംഗ്. നമ്മൾ ഈ പാക്കിംഗ് ആണ് കളയാം, മാറ്റി വെക്കാം. കാറ്റിനുകൊണ്ട് പറന്നു പോകുന്നു. വാവ്, വളരെ 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 സ്റ്റൈലിഷ് ആയിട്ടുള്ള, വളരെ ലക്ഷൂറിയസ് ഫീൽ ചെയ്യുന്നൊരു നല്ലൊരു പാക്കിംഗ് ആണ്. ഡേവിഡോഫ് കൂൾ വാട്ടർ അവിടെ UK, അവിടെ ന്യൂയോർക്കിൽ അവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡ് അഡ്രസ്സ്. ഇത് 125 ml ആണ്. 125 ml ആണിത്. ഇവരുടെ തന്നെ എന്താ പറയുക 75 ml-ൻ്റെതുമുണ്ട്. അപ്പം ഇത് 125 ml ആണ്. അപ്പം വാങ്ങുമ്പോൾ എങ്ങനെ നോക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലത്തെ പാക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ പാക്കിംഗ് വരുന്നത്. ഒരു ബോക്സ്, ഇതിനുള്ളിലൊരു ബോക്സും കൂടിയുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ ഡേവിഡോഫ് കൂൾ വാട്ടറിൻ്റെ ഒറിജിനൽ എഴുതി പെർഫ്യൂമിൽപ്പെട്ട 125 ml പെർഫ്യൂം. വാ, സ്റ്റാൻഡേർഡ് ബോക്സ് പോലെ സ്റ്റാൻഡേർഡ് പാക്കിംഗ്. ഇതിൻ്റെ സ്മെല്ല് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മളൊരു പെർഫ്യൂം എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ എന്താ പറയുക ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സ്മെല്ലാണ്. അപ്പം ഇതിൻ്റെ സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ നമ്മൾ എന്താ പറയുക ഒരു ഫസ്റ്റ് ഞാനത് സ്പ്രേ അല്ലെങ്കിൽ ഞാനത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പുതിയ പുസ്തകമൊക്കെ കിട്ടുമ്പോൾ നമ്മളെടുത്ത് സ്മെല്ല് ചെയ്ത് നോക്കാറില്ല. അതേപോലെ തന്നെ ഞാനിത് ഫസ്റ്റ് എടുത്ത് സ്മെല്ല് ചെയ്ത് നോക്കിയായിരുന്നു ഈ പെർഫ്യൂം അടിക്കുന്നതിന് മുമ്പ്. വേറൊന്നും പറയാനില്ല. എന്താ പറയുക, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് ഞാൻ പൊക്കി പറയാനായിരിക്കണ്ട, അഡാർ സ്മെല്ലാണ്. ഈ നമ്മളിപ്പോൾ ഒരു ഭക്ഷണത്തിൻ്റെ സാധനമാണെങ്കിൽ നമുക്കത് ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, എനിക്കതങ്ങോട്ട് സത്യം പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് ഞാനത് പറഞ്ഞ് തരികയെന്ന് എനിക്കറിയത്തില്ല. വാ, ഒരു എന്താ പറയുക ഭയങ്കരമായ ഫീലാണ് അത്. നമുക്ക് എന്താ പറയുക ഈ ചില സാധനം നമുക്ക് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഭയങ്കര സ്മെല്ലാണ് ഇതിൻ്റെ. സത്യം പറഞ്ഞാൽ ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ലിൻ്റെ എന്താ പറയുക ടോപ്പ് ലെയർ അല്ലെങ്കിൽ ബോട്ടം ലെയർ അത്ര മാത്രമല്ല തുടങ്ങിയ കാര്യങ്ങളൊന്നും എന്താ പറയുക ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും പഠിച്ചിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ സീരിയസ്ലി ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയുമ്പം എന്താ പറയുക അതിൻ്റെ സ്മെല്ലിനെ കുറിച്ച് നമ്മൾ പറയുമ്പം നമുക്കൊന്ന് വളരെ ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ്. എത്ര ടൈം ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കിപ്പം നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. കാരണം ഇവർ പറയുന്നത് 7 മണിക്കൂർ 6 to 8 മണിക്കൂർ ലാസ്റ്റ് ചെയ്യുന്നൊക്കെയാണ്. അതിപ്പോൾ എനിക്ക് പറയാം ഇപ്പം നമ്മളിത് ബോക്സ് ഓപ്പൺ ആക്കിയ സമയത്ത് തന്നെ ഇത് 8 മണിക്കൂർ ലാസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറയത്തില്ല. കാരണം നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്താലേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ സീരിയസ്ലി ഒരു അഡാർ സാധനമാണ്.
ഞാൻ ഈ കയ്യിൽ അടിക്കുന്ന സമയത്ത് തന്നെ ഈ സ്മെല്ല് ഈ റൂമിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ഈ എന്താ പറയുക, ജസ്റ്റ് ഒറ്റ ടിപ്പ് നിങ്ങൾ കണ്ടില്ല, ഒരു പ്രാവശ്യം ഞാൻ അടിച്ചിട്ടുള്ളൂ. അപ്പം ഈ റൂമിൽ നിറച്ച് ഇതിൻ്റെ സ്മെല്ല് നിറഞ്ഞിരിക്കുകയാണ്. സുഖം അതുമാണ് പക്ഷേ ഒരു ഭയങ്കര സുഖം. അപ്പം നമ്മുടെ ഡേവിഡോഫ് കൂൾ വാട്ടർ നൈക്ക ഈ സാധനം അടാറാക്കി പാക്ക് ചെയ്ത് ഇവിടെ എത്തിച്ച് നൈക്ക ഈ ഒറിജിനൽ സാധനം നമുക്ക് തന്നെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്, ഇതിൻ്റെ മണം എത്ര കാലം ഇത് എത്ര ലാസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാനിത് ഉപയോഗിച്ച് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 4-5 ദിവസം ഇതൊന്ന് അടിച്ചിട്ടൊന്ന് ഇങ്ങനെ നടന്നിട്ട് ഞാൻ പറയാം. പാക്കിങ്, സാധനത്തിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ സ്മെല്ല്, ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഒരു വാക്ക് പോലും എനിക്ക് മോശം പറയാനില്ല. അപ്പം ഇതേപോലെ വല്ല സാധനങ്ങൾ ഞാൻ വാങ്ങുവാണെങ്കിൽ ഞാൻ വീണ്ടും അൺബോക്സിംഗ് ആയിട്ട് വരാം. അപ്പം ഇതുവരെ ഈ അൺബോക്സിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഞാനേ ഇതൊക്കെ ഒന്ന് അടിച്ചിട്ട് വരട്ടെ, കാരണം ആളുകൾക്ക് ഒന്ന് കൊതിപ്പിക്കട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പം ഈ അൺബോക്സിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കാരണം ഇഷ്ടപ്പെടുമോ എനിക്കറിയത്തില്ല, കാരണം ഞാൻ ഈ ടെക്നിക്കലി അൺബോക്സിങ് ചെയ്യുമ്പം ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിലിംഗ് അങ്ങനെ പറഞ്ഞു പോകണം, ഇതിൻ്റെ കമ്പനീനെ കുറിച്ചോ തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഒരു സാധാരണപ്പെട്ട ആൾ നമ്മളിത് അൺബോക്സ് ചെയ്യുന്നു, നമുക്കത് ഇഷ്ടപ്പെടുന്നു, ആ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നെ ഉള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.